എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം മ്യൂസിയത്താണ്. കുറേ ദിവസമായിട്ട് നമ്മൾ വിചാരിക്കുന്നു വരണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് അമ്മ വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങോട്ടൊന്ന് ഇറങ്ങി. അപ്പം കുറച്ച് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടി കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്താ പറയുക, വീട്ടിൽ ചുമ്മാ ഇരിക്കില്ലേ, അപ്പം ഒന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. ഇത് എന്ത് സാധനമാണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. ഒരു പാമ്പിൻ്റെ രൂപം പോലെ ഇരിക്കണം. പാമ്പല്ലെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്തിനാണ് തോന്നണേന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് കണ്ടിട്ടൊരു പാമ്പായിട്ട് തോന്നണം, അമ്മയ്ക്ക് റോബോട്ടായിട്ടൊക്കെ തോന്നി. ഇത് ഏത് വഴി കൂടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. ഇവിടെ വൈകുന്നേരമൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ വന്നിരിക്കാൻ, നല്ല കാറ്റുമൊക്കെ. ഇപ്പം കാറ്റുണ്ട്. നല്ല രസമാണ് കേട്ടോ. മോളവിടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്നും വീട്ടിലിരിക്കുമ്പോൾ അവൾക്കൊരു മുഷിവാണ്. സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പം സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഇവിടെ. എന്നിട്ട് ഇപ്പം നമ്മൾ ഉപയോഗിച്ച് കളയുന്ന കുറച്ച് വേസ്റ്റ്, ഇത് പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു പാമ്പ് പോലെയും ഡ്രാഗൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നല്ല വെയിലുണ്ട്, കണ്ണുറക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വെയിലുണ്ട്, നല്ല കാറ്റുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ മ്യൂസിയത്തിൽ കനകുന്ന് രണ്ട് സെപ്പറേറ്റ് ആണല്ലോ. അപ്പോൾ അതിൽ മ്യൂസിയത്തിനേക്കാൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആൾക്കാർ കുറവും ഇച്ചിരി നമുക്ക് ഈ കാറ്റും കൂടെ ഉള്ളത് ഈ കനകുന്നിൽ തന്നെയാണ്. അത് ഉറപ്പിച്ച് പറയാം. സത്യം പറഞ്ഞാൽ അവിടെ അപ്പുറത്താണെങ്കിൽ ഭയങ്കര തണലുണ്ടെങ്കിലും എന്താ പറയുക, കാറ്റങ്ങനെ കുറവാണ്. പക്ഷെ ഇവിടെ സെറ്റാണ്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാഗ് വെച്ചിട്ടാണ് കേട്ടോ. പക്ഷെ കൊള്ളാം, സംഭവമൊക്കെ കിടില സാധനങ്ങൾ. എന്താ പറയേ, സെറ്റ് സാധനം കണ്ടോ, കൊള്ളാം. ഇതാണ് ഇത് ആമയുടെ ഫ്രണ്ട്. കാണാൻ പറ്റണമെന്നാണ് അറിഞ്ഞുകൂടാ, ഭയങ്കര മുടിഞ്ഞ വെയിലാണ് സത്യം പറയാതെ. അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ആമേനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പം മ്യൂസിയത്ത് നമ്മളെ ഈ സൂ ഉണ്ടല്ലോ, മൃഗങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ. അവിടെ വന്നു. അയ്യോ, ഇവിടെ വന്നപ്പോൾ സത്യം പറയാല്ല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തന്നെ മുടിഞ്ഞ വെയിൽ എന്ന് പറഞ്ഞപ്പോൾ എന്തിനെന്ന് പറയാൻ ഭയങ്കര വെയിൽ. ഈ മണലൊക്കെ ഇട്ടിരിക്കണുണ്ട് അവിടെ, കൊട്ടാരം എന്തോ ഇതിന് പറയും, സൂര്യകാന്തി ഇതിന് അങ്ങനെ എന്തോ പറയും ഇവിടെ. കുറേ ദൂരം നടന്നിട്ടുള്ള കുറച്ച് പേര് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇത്ര ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.